അത്രയ്ക്കൊക്കെ മാജിക്കുണ്ടോ എൻ്റെ കൈക്ക്? എറിക്ക് തെച്ചുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുന്നിടയിൽ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നില്ലാതെ ഇല്ലാതെ ഞാൻ കള്ളം പറയിച്ചാ? തെച്ചു എൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. എൻ്റെ കൊച്ചങ്ങനെ കള്ളമൊന്നും പറയില്ലെന്ന് എനിക്കറിയില്ലേ? എറിക്കൊരു കള്ളച്ചിരിയുടെ ബാത്റൂം ഡോർ അടച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ പുരികമുയർത്തി തിരികെ അവനെ നോക്കി. എന്താണ് ഡോറെല്ലാം അടച്ചുകൊണ്ട് ഇച്ചയുടെ ഉദ്ദേശം? സത്യമായിട്ട് നല്ല ഉദ്ദേശമൊന്നുമല്ല. എന്തേ? എറിക്ക് അവളെ കയ്യിലും താഴെ നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് തെച്ചു മുഖം വീർപ്പിച്ചു. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ നിൽക്കാതെ ഒന്ന് പോയിച്ച, ഞാൻ കുളിക്കട്ടെ, എന്നിട്ട് താഴേക്ക് പോകാനുള്ളതാ. കെറുവോടെ പറഞ്ഞുകൊണ്ട് അവൾ ഷവർ ഓൺ ചെയ്തു. അതിന് താഴെയായി കയറി നിന്നു. അങ്ങനെ എന്നെ ദക്ഷ ഈച്ച പറ്റിക്കോ? ചുമ്മാ എനിക്കൊരാഗ്രഹം. എറിക്ക് ഷവറിന് താഴെ നനഞ്ഞു നിൽക്കുന്ന ദച്ചുവിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നനഞ്ഞ അവളെ തലമുടിയിൽ മുന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ടതും ദച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ നെഞ്ചിലായി ചാഞ്ഞു നിന്നു. എന്താഗ്രഹിച്ചാ? രഹസ്യം പോലെ അവൾ ചോദിക്കുമ്പോൾ എറിക്കിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കിഴഞ്ഞു കയറി. ദച്ചു അവൻ്റെ പ്രവൃത്തിയിൽ മതിമറന്ന് അങ്ങനെ നിന്നുപോയി. ഇച്ച അവൻ്റെ കൈ നഗ്നമായ അവളെ തോളിലെത്തിയുന്നതും വളരെ പതിയെ ദച്ചു ഒന്ന് വിളിച്ചു. അത്രമേൽ ലോലമായ പോലെ എറിക്കുന്ന മോളി. വേണ്ട കേട്ടോ, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ചിലപ്പോൾ ഞാൻ കയറി ഇച്ചയെ പീഡിപ്പിച്ചെന്ന് വരും. ഞൊടിയിടയിൽ എറിക്കിന് നേരെ തിരിഞ്ഞ് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് പെരുവിരൽ ഉയർന്നു പൊങ്ങി നനഞ്ഞു നിൽക്കുന്ന അവൻ്റെ ചുണ്ടിൽ തന്നെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു വലിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു കേട്ടും വിടർന്ന കണ്ണുകളോടെ അവളെ ഇടുപ്പിൽ പിടിച്ചുയർത്തിയേറി. എറിക്കിൻ്റെ ഇടുപ്പിൽ കാൽ ചുഴറ്റി വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. എനിക്കിത് വേണമെന്ന് തോന്നുന്നു. ദച്ചുവിന് ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന ചുണ്ടുകൾ വിരൽ വച്ചൊന്ന് തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ടതും ദച്ചു അവൻ്റെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ട് മുട്ടിച്ചു. ദച്ചു നുണഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ വല്ലാത്തൊരു ആവേശത്തോടെ എറിക്കവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ആ തൊടുത്ത ചുണ്ടുകൾ വേദനിപ്പിക്കാത്ത രീതിയിൽ കടിച്ചു നുണയാൻ തുടങ്ങി. ദച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് എറിക്കിൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു. അവനിൽ അവളുടെ കൈ മുറുകുന്ന സമയം എറിക്ക് കൂടുതൽ അവളെ ചുണ്ടുകൾ കൊണ്ട് കോർത്തു വലിച്ചു. അവളെ ചുണ്ടും കടന്ന് ആ നാവിലെറിക്കുന്ന നാവിന് സ്പർശം അറിഞ്ഞതും ദച്ചു പിന്നിലേക്കൊന്ന് വളഞ്ഞുപോയി. ദച്ചുവിന് ശരീരത്തിലൂടെ വല്ലാത്തൊരു വിറയിൽ കടന്നു പോയതുപോലെ തോന്നി. അവളുടെ വിറയിൽ അറിഞ്ഞ പോലെ എറിക്ക് അവളെ ചുണ്ടിൽ നിന്നും ചുണ്ടു മാറ്റി ദച്ചുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ചുവന്ന് തൊടുത്തിരിക്കുന്ന ദച്ചു ശ്വാസം മാഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം അമർത്തി വെച്ചു. അവളൊന്നുകൂടെ ഓക്കെ ആകുന്നത് വരെ എറിക്ക് ദച്ചുവിൻ്റെ മുതിയിൽ തട്ടി കൊടുത്തുകൊണ്ടിരുന്നു. ശ്വാസം നേരെയായതും ദച്ചു അവൻ്റെ കഴുത്തിടുക്കിൽ പതിയൊന്ന് കടിച്ചു. പിന്നെ അവിടെ തന്നെ നാവ് കൊണ്ടൊന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചെറുചീരിയുടെ ദച്ചുവിൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ടവൻ. എന്തേ? എറിക്കിൻ്റെ നോട്ടം കണ്ട് അവൻ്റെ മേശയൊന്ന് പിടിച്ചു വെച്ചുകൊണ്ട് ദച്ചു ചീരിയോടെ ചോദിച്ചു. എൻ്റെ കൊച്ചു വല്ലാണ്ടങ്ങ് വലുതായിപ്പോയി. എറിക്ക് അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും മനസ്സിലാകാതെ ദച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കൈ പതി ഇഴഞ്ഞുകൊണ്ട് അവളുടെ മാറിന് മുകളിലെത്തിയുന്നതും ദച്ചു ചിരിയോടെ അവൻ്റെ കവിളിൽ അമർത്തിയൊന്ന് കടിച്ചു. കള്ളപ്പോലീസേ, കള്ളത്തരമെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൂടെ കൊടുത്തതിന് ശേഷം പൊട്ടിച്ചീരിയോടെ ദച്ചു ചോദിച്ചു. അതിനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എറിക്കവളെ താഴെ നിർത്തി. കുളിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ പനി പിടിക്കും. ഷവറിന് താഴെ അവൾ നീക്കി നിർത്തിക്കൊണ്ട് എറിക്കി പറഞ്ഞതും ദച്ചു അവനെ കെട്ടിപ്പിടിച്ചു. ഈച്ചയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. കൊഞ്ചലോടെ ദച്ചു പറഞ്ഞു കേട്ട് ഇറക്കിയിട്ടിരുന്ന പാൻറ്റ് മാറ്റി ഒരു ടവലെടുത്ത് കൊടുത്തു. ഇച്ചിക്ക് ഒത്തിരി കൺട്രോളാണല്ലേ, അതല്ലേ ഞാനിങ്ങനെ മുന്നിൽ നിന്നിട്ടും പിടിച്ചു നിൽക്കുന്നത്? അവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലയിൽ വിരൽ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ കണ്ണുട്ടി നോക്കിയവൻ. എനിക്കറിയാം കൺട്രോൾ പോയി നിൽക്കുമെന്ന്. കള്ളച്ചിരിയോടെ അവനെ മൊത്തത്തിൽ നോക്കി ദച്ചു പറഞ്ഞ ചിരിയോടെ അവൾ തലയിൽ നിന്ന് കൊട്ടിയവൻ. നിന്ന് കിണങ്ങാതെ വേഗം കുളിച്ചിട്ട് വരാൻ നോക്ക്. നാളെ ദേവേട്ടൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം താഴെ പപ്പയും മാധവച്ചയും കൂടെ പറയുന്ന കേട്ടു. ആണോ? എങ്കിൽ പിന്നെ ബാക്കി സംസാരം എല്ലാം രാത്രി ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും താഴേക്ക് പോകാൻ പറ്റില്ല. വേഗം ദേഹത്ത് സോപ്പ് തേച്ചുകൊണ്ട് അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. സൂക്ഷിച്ചു നിൽക്ക് ദക്ഷ, തെന്നുന്നത് കണ്ടില്ലേ? തെന്നി വിടാൻ പോയ അവളെ പിടിച്ചു നേരെ നിർത്തിക്കൊണ്ട് ഇറക്കി അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. കള്ളപ്പോലീസ്, കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടില്ലേ? ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പെറുപെറുതു. നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ മുഖം വീർപ്പിച്ചിരുന്ന എല്ലാം കൂടെ കടിച്ചെടുക്കും ഞാൻ. അവളുടെ വീർത്ത കവളിൽ കടിച്ചുകൊണ്ട് അവളെ സ്നേഹത്തോടെ ചുംബിച്ചു അവൻ. എന്നാൽ പിന്നെ ഞാനും കടിക്കും. അപ്പം പിന്നെ കണ്ണൂട്ടിക്കൊണ്ട് എൻ്റെ നേർക്ക് വന്നേക്കരുത്. ഓ ഇല്ലേ, എൻ്റെ കൊച്ചീച്ചി എത്ര വേണമെങ്കിലും കഴിച്ചു കേട്ടോ, അതൊക്കെ ഒരു സുഖമല്ലേ? താടിയിലൊന്ന് തടവിക്കേണ്ട അവളെ മൊത്തത്തിൽ നോക്കി ഇറക്കി പറഞ്ഞു കേട്ടതും ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ ഇറക്കുന്ന നെഞ്ചിൽ പതിയെ തല്ലി അവൾ. ദേവേട്ടാ, നമ്മൾ നാളെ എപ്പോഴാണ് പോകുന്നേ? ഇച്ച പറഞ്ഞല്ലോ നാളെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം. കുളിച്ച് ഫ്രഷായി ഇറക്കിൻ്റെ ഒപ്പം താഴേക്ക് വന്ന് ദച്ചു
സെറ്റിലിരിക്കുന്ന ദേവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ അടുത്തായിരുന്നുകൊണ്ട് ചോദിച്ചു, നാളെ രാവിലെ തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വൈകുന്നേരം വീട്ടിൽ തിരികെ എത്താലോ? ദേവൻ അവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ചെറിയ ചിരിയോടെ പറഞ്ഞു കേട്ടതും ദച്ചു അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നുകൊണ്ട് തല കുലുക്കി. ഞങ്ങൾ രണ്ടുപേരും നാളെ കോളേജിൽ പോകില്ല കേട്ടോ. ഇനിയിപ്പം നാളെ നേരം വെളുക്കുമ്പോൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ആരും ഞങ്ങളോട് ചാടാൻ വരരുത്. തൻ്റെ മുന്നിൽ ലാപ്പിൽ നോക്കി എന്തോ ചെയ്യുന്ന എറിക്കിനെ ഓളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും അവൻ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി ദച്ചു എന്ന് കോർപ്പിച്ച് നോക്കി. എറിക്ക് നാളെ ഒന്നും പറയില്ല പോരെ? മാത്രമല്ല അവനും കാണും നാളെ നമ്മുടെ കൂടെ. അയ്യോ ദേവേട്ടാ, എനിക്ക് നാളെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് പോയാൽ പോരെ? ദേവൻ പറഞ്ഞു കേട്ടതും പെട്ടെന്ന് തന്നെ എറിക്ക് അതിന് തടസ്സം പറഞ്ഞു. അല്ലെങ്കിലും എന്ത് നല്ല കാര്യത്തിന് മീച്ചെ കണ്ടു കിട്ടില്ലല്ലോ. നമുക്ക് പോകാൻ ദേവേട്ടാ, വലിയ ആൾക്കാരൊക്കെ വരണ്ട. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ തിരക്കെല്ലാം നിനക്കറിയില്ല ദക്ഷ, എന്നിട്ടും വെറുതെ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത്? തെച്ചുവിൻ്റെ മുഖം വീർത്തിരിക്കുന്ന കണ്ട് എറിക്ക് അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഈച്ച, എനിക്കറിയാലോ ഈച്ചയുടെ തിരക്കെല്ലാം. ഞങ്ങളെല്ലാവരും പോയിക്കോളാം. അവളൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു കേട്ടതും എറിക്ക് അമർത്തിയൊന്ന് മോളി. ഏട്ടത്തെ വിളിച്ച് പറഞ്ഞു ദേവേട്ടൻ നാളത്തെ കാര്യം. ദച്ചു ദേവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് ചോദിച്ചു. ഞാനിപ്പോൾ അത് പാർവതി വിളിച്ച് പറഞ്ഞതേയുള്ളൂ. ആളുടെ വീട്ടുകാരെല്ലാം നമ്മളവിടെ എത്തുമ്പോൾ അവിടെ കാണും. ദേവൻ പറഞ്ഞിട്ട് ദച്ചുവിൻ്റെ കവിളൊന്ന് കുത്തി. കല്യാണം കഴിഞ്ഞാലും ഞാനിങ്ങനെ എൻ്റെ ദേവൻ്റെ അടുത്ത് ചേർന്നിരിക്കും കേട്ടോ. അപ്പോൾ ഏട്ടത്തേക്ക് കുശുമ്പ് തോന്നിയാൽ ദേവൻ എന്നെ മാറ്റി നിർത്തുമോ? ദേവൻ്റെ തൊഴിൽ ചാഞ്ഞുകൊണ്ട് കുറുമ്പോടെ ദിച്ച് ചോദിക്കുന്നത് കേട്ടവൻ അവളെ കണ്ണോട്ടി നോക്കി. അങ്ങനെ ആരെങ്കിലും വന്നാൽ മാറ്റി നിർത്താനുള്ളതാണോ ഉദ്ദേശിച്ചോട്ടാ നീ എനിക്ക്? ദേവൻ ഗൗരവത്തിൽ അവളെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാലോ ദേവേട്ടനെ. ഞാൻ പിന്നെ ചുമ്മാ ഒരു തമാശയ്ക്ക് ചോദിച്ചാലേ. ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ചിരിയോടെ പറയുന്നവളെ കുർപ്പിച്ച് നോക്കിയവൻ. രേവതി ചേച്ചിയും കൊണ്ട് സണ്ണിച്ചായൻ ഹണിമൂൺ പോയിട്ടുണ്ട്, അറിഞ്ഞു ചോദിച്ചത്. ദേവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് തിരിച്ചു കപട ദേഷ്യത്തോടെ ഇറക്കിനോട് വിളിച്ച് ചോദിച്ചു. അത് കേട്ടവൻ അവളെ മുഖം ഉയർത്തി നോക്കി. ഓ, അറിഞ്ഞു കാണുമല്ലോ. ഈച്ച തന്നെയല്ലേ ആൾക്ക് ലീവ് കൊടുത്തത്? ദച്ചു അവനെ സൂക്ഷിച്ചു നോക്കി. അതേ കൊടുത്തു. അതിനിപ്പോൾ എന്താ? അവൻ്റെ ഭാര്യയും കൊണ്ട് ഹണിമൂൺ പോകണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എറിക്ക് ലാപ്പിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവളെ മൊത്തത്തിൽ നോക്കി കണ്ണോട്ടി. അല്ല, നമ്മുടെ കല്യാണം ഇവിടെ കല്യാണത്തിന് മുന്നേ കഴിഞ്ഞതാണ്. എന്നിട്ട് ഇതുപോലൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഒന്ന് ക്ഷമിച്ചേക്ക്. ദച്ചു കൈ എടുത്ത് അവനെ തൊഴുതു. ദേവേട്ടൻ്റെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഇച്ചേ കൂടാതെ പോകാൻ കേട്ടോ ദേവേട്ടാ. എറിക്കിന് നേരെ മുഖം വിറപ്പിച്ച് കാണിച്ചുകൊണ്ട് അവൾ ദേവൻ്റെ കയ്യിൽ കൈ കോർത്തു. ആ നന്നായി. ചുരുക്കി പറഞ്ഞ ദേവേട്ടൻ്റെ കഞ്ഞിലെ പാറ്റയാകാനാണ് മോളുടെ തീരുമാനമെന്ന് അല്ലേ? ആര്യൻ ചിരിയോടെ ചോദിച്ചു കേട്ട് തെച്ച് ചുണ്ടു കുറിപ്പിച്ച് ദേവനെ നോക്കി. നീ ഒന്ന് പോയടാ. ഞാനങ്ങനെ പോകുവാണെങ്കിൽ എൻ്റെ കുട്ടിയെ കൂടെ ഞാൻ കൊണ്ടുപോകും. ദേവൻ ദച്ചിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലാസ്റ്റ് ഇതിനൊന്ന് തിരികെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല കേട്ടോ, ശ്രീ കളിയോടെ പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ ദേവേട്ടന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, ബാക്കിയുള്ളതങ്ങളെല്ലാം കള്ളന്മാരാ. ദച്ച് ചുറ്റുമുള്ളവരെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ജോളുടെ തലയിൽ നോക്കൊട്ടി. മതി മതി, ചുമ കൂടുതൽ നേരമൊന്നും സംസാരിച്ചിരിക്കേണ്ട. കഴിച്ചിട്ടെല്ലാം കിടക്കാൻ നോക്ക്. ഡ്രസ്സ് എടുക്കാൻ രാവിലെ പോകാനുള്ളതല്ലേ? ആലീസ് പറഞ്ഞു കേട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. എറിക്കിനെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അവളെ കൂടെ പോകാൻ നിന്ന ദച്ചുവിനെ എറിക്കി കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നിനക്ക് ഹണിമൂൺ പോകണമെന്ന് നിർബന്ധമാണ് ദക്ഷ. ആണെങ്കിലെന്താ, കൊണ്ടുപോകില്ലെന്ന് പറയാനല്ലേ? അവൾ അവനെ നോക്കി കണ്ണൂട്ടി. നമുക്ക് പോകാമെന്ന് പറഞ്ഞതാടി. എനിക്ക് ഒറ്റ കണ്ണിറക്കി പറഞ്ഞു കേട്ടതും ദച്ചു അതിശയം കൊണ്ട് അവനെ നോക്കി. സത്യമാണോ ചോദിച്ചാ? അങ്ങനെ വെറുതെ കള്ളം ഞാൻ എൻ്റെ കൊച്ചിനോട് പറയോ? എറിക്കുള്ള നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. അതില്ല, എങ്കിലും ഒരു സംശയം. അവൾ ചിരിയോടെ എറിക്കിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി. എങ്കിലതങ്ങ് മാറ്റിക്കോ. ഡ്രസ്സെല്ലാം എടുത്ത് തിരക്കെല്ലാം ഒതുങ്ങുമ്പോൾ നമുക്ക് പോകാടി. അവൻ്റെ വാക്ക് കേട്ടതും സന്തോഷത്തോടെ ദച്ചു തല കുലുക്കി. പിന്നെ എൻ്റെ കവിളിൽ അമർത്തിന്ന് ചുംബിച്ചു. അല്ലെങ്കിലും എൻ്റെ ഈച്ചയ്ക്ക് എന്നോട് നല്ല സ്നേഹമാണെന്ന് എനിക്കറിയാം. ഒരു കള്ളച്ചീരോട് തേച്ച് പറഞ്ഞു കേട്ടതും അവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവനൊന്ന് മൂളി. എന്നത്തെയും പോലെ ഡൈനിങ് ടേബിളിന് മുകളിൽ ദച്ചുവിനെ കയറ്റിയിരുത്തി ചേറിലായിരുന്നു എറിക്. പരസ്പരം ആഹാരം സ്നേഹത്തോടെ വിളമ്പിയും ഓരോരുത്തരും ദച്ചുവിന് ഒരു ഉരുള നൽകിയും അവർ ചിരിയോടെ ആ സമയം ആഘോഷിച്ചു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇത്തിരി നേരം കൂടുതൽ സംസാരിച്ചിട്ടാണ് അവർ കിടക്കാൻ വേണ്ടി പോയത്. രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചാലൊന്ന് വിളിച്ചേക്കണേ ചേച്ചാ, എനിക്ക് നേരത്തെ എഴുന്നേറ്റ് റെഡിയാകാനുള്ളതാ. ബെഡിൽ കാല് മടക്കി വെച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി ചിരിയോടെ ഇറക്കി തല കുലുക്കി. ഈ സാരി അത്ര പോരാ അല്ല ദേവേട്ടാ? ഏട്ടത്തേക്ക് ഇത്തിരി കൂടെ കടും കളർ നന്നായി ചേരും. പാർവതിയുടെ തോളിലൊരു സാരി എടുത്തിട്ടുകൊണ്ട് തെച്ചു അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമുള്ളത് എടുത്ത് തെച്ചുട്ടാ, അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ദേവൻ അവളെ നോക്കിക്കൊണ്ട് കൈ മലർത്തി.
എന്തൊരു സ്വഭാവമാണ് ദേവേട്ട ഇത്. എൻ്റെ ഇച്ഛ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എനിക്ക് ചെയ്യുന്ന ഡ്രസ്സെല്ലാം കൂടുതൽ എടുത്ത് തരുന്നത് ഇച്ഛയല്ലേ. അതൊക്കെ കണ്ടു പഠിച്ച് വെക്ക്. ഇല്ലെങ്കിൽ ഏട്ടത്തേക്ക് ദേഷ്യം വന്ന് ദേവേട്ടനെയും കളഞ്ഞു പോകും. അവൾ കുറുമ്പോടെ പറഞ്ഞ കേൾത്തും ദേവൻ അവളെ തലക്കിട്ട് ഒന്ന് കൊട്ടിക്കൊണ്ട് പാർവതിക്ക് നേരെ കണ്ണ് ചിമ്മി കാണിച്ചു. ആലിസും ലക്ഷ്മിയും പാർവതിയുടെ അമ്മയും എല്ലാം സാരി തിരയുന്ന തിരക്കിലാണ്. എരിക്കിന് മാത്രം വരാൻ പറ്റിയില്ല. എങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അവൻ വന്നോളാമെന്ന് ദച്ചുവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാർവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയിൽ ഉറപ്പിച്ചു ദച്ചു. അതെല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു. സാരി ഉടുത്തോണ്ട് നിൽക്കുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ ആദ്യം തേടിപ്പോയത് ദേവൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്തെ തിളച്ചു കണ്ട് പാർവതി നിറഞ്ഞ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വാങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ വിശന്ന് ഞാൻ ഇവിടെ തളർന്ന് വീണ് പോകും. ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദശു പറഞ്ഞു കേട്ടതും എല്ലാവരും അതിന് സമ്മതിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാർവതിയുടെ വീട്ടുകാരെ എല്ലാവരെയും അവൾ കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കും അവളെ വലിയ കാര്യമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴെല്ലാം ദശു പാർവതിയോട് വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ കൂട്ടിന് ജോയിയുണ്ട്. ആദ്യം കഴിച്ച് കഴിഞ്ഞത് പാർവതിയായിരുന്നു. അവൾക്കൊന്നും വാഷ്റൂമിൽ പോകണമായിരുന്നത് കൊണ്ട് അവരോട് പറഞ്ഞിട്ട് അവൾ അവിടേക്ക് നടന്നു. പാർവതി വരാനുള്ള സമയമായിട്ടും കാണാതെ വന്നപ്പോൾ അവളെ തിരക്കി ദച്ചു അവിടേക്ക് പോകാമെന്ന് കരുതി. പക്ഷെ ദച്ചു പാർവതി തിരക്കി പോകുമ്പോൾ കാണുന്നത് ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പുറകുവശം വഴി ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ആരുമില്ലായിരുന്നു. ആ കാഴ്ച കണ്ട് ദച്ചു അവരുടെ പുറകെ ഓടിയെങ്കിലും അവർ അവളെ പിടിച്ചു വലിച്ച് ഒരു കാറിലാക്കി അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയിരുന്നു അവൾ. പിന്നെ എന്തോ ഓർത്തതുപോലെ ഓടി ദേവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും ആകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ദച്ചുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഈ അവസ്ഥയിൽ കോൾ എടുക്കാതെ അവഗണിച്ച് വിട്ടെങ്കിലും വീണ്ടും വീണ്ടും നിർത്താതെ ശല്യം ചെയ്തിരുന്നപ്പോൾ അവളൊരു അസ്വസ്ഥതയോടെ കോൾ എടുത്തു. ആരാ, എന്താ വേണ്ടത്? മറുവശത്തു നിന്നും അനക്കമൊന്നും കേൾക്കാതെ വന്നതും ദച്ചു അല്പം കാടിപ്പിച്ച് തന്നെ ചോദിച്ചു. ദക്ഷിണയ്ക്ക് ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടായിരിക്കും ശബ്ദത്തിൽ പോലും ഒട്ടും മയമില്ലാത്തത്. പാർവതി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതിന് ദക്ഷിണ എന്തിനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? മറുവശത്തും പൊട്ടിച്ചിരിയുടെ ചോദിച്ച കേട്ടും അവളുടെ പുരകം വന്ന് ചൊളിഞ്ഞു. നീയാടാ എൻ്റെ ഏട്ടത്തിയെ? എവിടെടാ? നീയല്ലേ എൻ്റെ ഏട്ടത്തെ കൊണ്ടുപോയത്? ആളെ മനസ്സിലായതുപോലെ അവൾ മറുവശത്തു നിന്നും സംസാരിക്കുന്ന യദുവിനോട് അല്പം കാടുപ്പത്തിൽ ചോദിച്ചു. ഓഹ്, നിൻ്റെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെ തോന്നും. ഇപ്പം ഞാൻ നിൻ്റെ അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ ഏത് ബാക്കി പറതെ ശ്വാസം വലിച്ചെടുക്കുന്നത് അവൾ അറപ്പോടെ കേട്ട് നിന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യം അതിനെന്തിനാണ് എൻ്റെ ഏട്ടത്തെ തട്ടിക്കൊണ്ടുപോയത്? ദച്ചു അവനോട് സമാധാനത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന് ആര് പറഞ്ഞു ദക്ഷിണ? അത് സ്നേഹമല്ലേ എൻ്റെ പ്രണയം. അവനൊരു ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ പള്ളി കഴിച്ചുകൊണ്ട് ചെവിയിൽ നിന്നും ഫോൺ എടുത്ത് മാറ്റി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് യദുവിനോട് ചോദിച്ചു. അവർ സംസാരിക്കുന്നതെല്ലാം ടെൻഷനോടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ദേവൻ ഇറക്കിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവനുടനെ ഇങ്ങോട്ട് പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അതാണ്, അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട്. നേരത്തെ ഒരു പുഞ്ചിരിയോടെ യദു പറഞ്ഞു. എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാലോ ദക്ഷിണ. എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത്. എൻ്റെ മാത്രം സ്വന്തമായ നിന്നെ അടക്കി വെച്ചിരിക്കുന്ന ഇറക്കിനോട് പറ എനിക്ക് നിന്നെ തരാൻ. ഏത് പറഞ്ഞു കേട്ടതും ദച്ചു നെറ്റിയിൽ വിരൽ അമർത്തി പിടിച്ചു. ഓക്കെ, എൻ്റെ ദക്ഷിണ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ പറഞ്ഞത് ഇപ്പം വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ ഒന്ന് കാണാം. ഇന്നത്തെ ദിവസം ഫുള്ളും നീ എൻ്റെ കൂടെ ചിലവഴിക്കണം. നീ എനിക്ക് ഇന്ന് മതിവരുവോളം സ്നേഹിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ദച്ചു അമർഷത്തോടെ അവനോട് ചേരി. ഞാനതിന് എന്തനാവശ്യമാണ് പറഞ്ഞു ദക്ഷിണ? എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നത് അനാവശ്യമായിട്ടാണോ നിനക്ക് തോന്നിയത്? അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു. ഇവളെ തിരികെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അവൻ ഉറപ്പോടെ പറഞ്ഞു കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ദച്ചു ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട ദേവൻ അവളെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ശരി, നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. പക്ഷേ ഏട്ടത്തെ ഒരു പോറൽ പോലും മേൽപ്പിക്കാതെ തിരികെ തരുമെന്ന് എന്താ ഉറപ്പ്? ദച്ചു ചോദിച്ചു കേട്ടും മറുവശത്തും ഇതൊന്ന് ചിരിച്ചു. നിന്നോട് ഞാനങ്ങനെ ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല ദക്ഷിണ. എന്തായാലും ഈ കാര്യത്തിൽ നിനക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അവൻ പറഞ്ഞു കേട്ടതും അവളൊന്ന് മൂളി. ഞാൻ എവിടെ വരണം? ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും ദക്ഷിണ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ മതി. എൻ്റെ ആൾക്കാർ നിന്നെ ഇവിടെ എത്തിക്കും. പക്ഷിനെ ധിക്കരിച്ചുകൊണ്ട് എറിക്കെങ്ങനെ നിൻ്റെ പുറകെ ഇവിടേക്ക് വന്നാൽ പാർവതിയെ പിന്നെ ആരും ജീവനോടെ കാണില്ല. അത് നീ നോർമൽ വെച്ചു. അതും പറഞ്ഞിട്ട് ഇത് ഫോൺ കട്ട് ചെയ്തതും ദച്ചു പാർവതിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി. വേണ്ട മോളെ, അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട. ഉടനെ തന്നെ ഇറക്കി ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കും. ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദച്ചു വിലങ്ങനെ നിന്ന് തലയാട്ടി.
ഞാൻ പോകും ദേവേട്ട. എനിക്ക് ഇച്ചിരി വിശ്വാസമാണ്. അവൻ്റെ അടുത്തു നിന്നും എനിക്കൊരു പോറൽ പോലും ഉണ്ടാകില്ല. അവൾ ഉറപ്പോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ആ സമയം തന്നെ അവളുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടതും ദച്ചു എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിലേക്ക് കയറി. ആ കാർ ഹോട്ടലിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും എറിക്കിൻ്റെ വണ്ടി അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു.